Good morning, everyone. Today we are going to learn about budget. The word budget is derived from bouget, a French word meaning a leather pouch in which funds are appropriated for meeting anticipated expenses. ബജറ്റ് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ്. ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗ്, പേഴ്സ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. A budget is an estimation of revenue and expenses over a specific future period of time and is utilized by governments, business and individuals. A budget is basically a financial plan for a defined period, normally a year, that is known to greatly enhance the success of any financial undertakings. സോ ഗവൺമെൻറ്റിൻ്റെ പ്ലാനുകളാണ് ബജറ്റിലുള്ളത്. വരുമാനം എങ്ങനെ നേടണമെന്നും ഇങ്ങനെ നേടുന്ന വരുമാനം എവിടെയൊക്കെ ചിലവാക്കണമെന്നുള്ള ഒരു പൊതുവായ രൂപരേഖയാണ് ബജറ്റിലൂടെ വരച്ചു കാട്ടുക. ബജറ്റ് യൂഷ്വലി പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഇയറിന് വേണ്ടിയിട്ടാണ്. നോർമലി ഏപ്രിൽ 1 to 31 മാർച്ച് വരെയുള്ള നമ്മുടെ വരവ്, ചിലവ്, മറ്റു പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ ഒരു പ്രസ്താവനയാണ് ബജറ്റ്. Definition of budget. According to the Institute of Cost and Works Accountants, England, budget is a financial or quantitative statement prepared prior of time of the policy to be pursued during that period for the purpose of attaining a given objectives. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബജറ്റ് പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു ഡിഫൈൻഡ് പീരീഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തിന് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ വരുമാനം എങ്ങനെയൊക്കെ നമുക്ക് കിട്ടുമെന്നും ആ കിട്ടുന്ന ഇൻകം നമ്മൾ എവിടെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണമെന്നും വേണ്ടി പറയുന്ന ഒരു രൂപരേഖയാണ് ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Characteristics of budget. It is framed in advance, keeping an eye on a future plan of action. സോ ബജറ്റ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇനി വരുന്ന ഇയറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇതാണ് ബജറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് ഈസ് ഫോർ ഫ്യൂച്ചർ പീരീഡ് ആൻഡ് ഇസ് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്സ് ടു ബി അച്ചീവ്ഡ്. നമ്മൾ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണമെന്നും നോക്കുന്ന ഒരു രൂപരേഖയാണ് ബജറ്റ് പറഞ്ഞത്. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ഫോർ ദി എക്സിക്യൂഷൻ ഓഫ് പോളിസി ഫോർമുലേറ്റഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ് ഫോർമുലേറ്റ് ചെയ്യുന്ന പോളിസീസൊക്കെ നമ്മൾ എങ്ങനെ അച്ചീവ് ചെയ്യും, നമുക്ക് ഇൻകം എവിടെ നിന്ന് കിട്ടും ഒക്കെയാണ്, എനിക്ക് എവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ കാണിക്കുന്നതാണ് ബജറ്റ്. നെക്സ്റ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബജറ്റ്സ്. Budget is classified as 3 classification according to time, according to capacity and functional budgets. First one is classification according to time. ടൈം അനുസരിച്ച് ബജറ്റ്സിന് 3 ആയിട്ടാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ലോങ് റേഞ്ച് ബജറ്റ്, ഷോർട്ട് റേഞ്ച് ബജറ്റ് ആൻഡ് കറൻറ്റ് ബജറ്റ്. ഫസ്റ്റ് ഇസ് ലോങ് റേഞ്ച് ബജറ്റ്. ലോങ് റേഞ്ച് ബജറ്റ് പറഞ്ഞാൽ ബജറ്റ് വിച്ച് കവർ അ പീരീഡ് എക്സ്റ്റെൻഡിങ് 1 year. ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എന്തിനാ 1 year or മോറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ബജറ്റാണ് ലോങ് റേഞ്ച് ബജറ്റ്. ഷോർട്ട് റേഞ്ച് ബജറ്റ് പറഞ്ഞാൽ ഇറ്റ് കവേഴ്സ് എ പീരീഡ് ഓഫ് 3, 6 or 12 months ഡിപ്പെൻഡിങ് അപ്പോൺ നേച്ചർ ഓഫ് ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് 3 months or 6 months or 12 monthsന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ബജറ്റാണ് ഷോർട്ട് റേഞ്ച് ബജറ്റ്. നെക്സ്റ്റ് ഇസ് കറൻറ്റ് ബജറ്റ്. കറൻറ്റ് ബജറ്റ് പറഞ്ഞാൽ വെരി ഷോർട്ട് ടേം ബജറ്റാണ്. അത് മെയിൻലി പ്രിപ്പയർ ഫോർ 1 month ആണ്. 1 മാസത്തിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ചെറിയ കാലയളവിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ബജറ്റാണ് കറൻറ്റ് ബജറ്റ്. നെക്സ്റ്റ് ഇസ് അക്കോർഡിംഗ് ടു കപ്പാസിറ്റി അനുസരിച്ച് ബജറ്റ്സ് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫിക്സഡ് ബജറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ബജറ്റ്. ഫിക്സഡ് ബജറ്റ് ഡിസൈൻ ടു റിമൈൻ അൺചേഞ്ച് റെസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ആക്ച്വലി അറ്റൈൻഡ്. അതായത് ഫിക്സഡ് ബജറ്റ് പറഞ്ഞാൽ അത് ഫിക്സഡ് ആയിരിക്കും, അത് ചേഞ്ച് ചെയ്യില്ല, അത് കോൺസ്റ്റൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തൊന്നും മാറില്ല, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ബജറ്റാണ് ഫിക്സഡ് ബജറ്റ്. ഫ്ലെക്സിബിൾ ബജറ്റ് പറഞ്ഞാൽ പ്രിപ്പയർഡ് ഫോർ എ റേഞ്ച് മോർ ദൻ 1 level ഓഫ് ആക്ടിവിറ്റി. അത് ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. അതാണ് ഫ്ലെക്സിബിൾ ബജറ്റ്. നെക്സ്റ്റ് ഇസ് ഫങ്ഷണൽ ബജറ്റ്സ്. ഫങ്ഷണൽ ബജറ്റ്സ് 4 ആണ്. സെയിൽസ് ബജറ്റ്, പ്രൊഡക്ഷൻ ബജറ്റ്, ക്യാഷ് ബജറ്റ്സ് ആൻഡ് മാസ്റ്റർ ബജറ്റ്. സെയിൽസ് ബജറ്റ് ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ പ്ലാൻ വിച്ച് ഷോസ് ഹൗ റിസോഴ്സസ് ഷുഡ് ബി അലോക്കേറ്റഡ് ടു അച്ചീവ് ഫോർകാസ്റ്റഡ് സെയിൽസ്. സെയിൽസ് ബജറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസിനോടനുബന്ധിച്ച് നമ്മൾ റിസോഴ്സസ് എങ്ങനെ അലോക്കേറ്റ്, നമ്മൾ ഫോർകാസ്റ്റഡ് സെയിൽസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിസോഴ്സസ് എങ്ങനെ അലോക്കേറ്റഡ് ചെയ്യണമെന്ന് കാണിക്കുന്ന ബജറ്റാണ് സെയിൽസ് ബജറ്റ്.
നെക്സ്റ്റ് ഇസ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. നമ്മൾ സെയിൽസ് ബഡ്ജറ്റ് പറഞ്ഞ പോലെ നമ്മൾ പ്രൊഡക്ഷൻ എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യണം. ഫിനാൻഷ്യൽ പ്ലാൻ ദാറ്റ് ലിസ്റ്റ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി മാനുഫാക്ചർ ഡ്യൂറിങ് ആ പീരീഡ്. അതായത് ഇറ്റ് ഇസ് എ ഫിനാൻഷ്യൽ പ്ലാൻ ആണ്. നമ്മൾ എത്ര യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്യണം, ഒരു നോർമൽ പീരീഡിനുള്ളിൽ നമ്മൾ എത്ര യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്യണമെന്ന് കാണിക്കുന്ന ഒരു ബഡ്ജറ്റാണ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. നെക്സ്റ്റ് ഇസ് ക്യാഷ് ബഡ്ജറ്റ്. ഇറ്റ് ഇസ് എ ബഡ്ജറ്റ് എ പ്ലാൻ ഓഫ് എക്സ്പെക്റ്റഡ് ക്യാഷ് റിസീവ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ്സ് ഡ്യൂറിങ് അ പീരീഡ്. അത് പറഞ്ഞാൽ നമ്മൾ നോർമലി ആ പീരീഡിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ അതൊരു പ്ലാനാണ്. നമ്മുടെ എക്സ്പെക്റ്റഡ് ക്യാഷ് റെസീവ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ്സ് കാണിക്കുന്ന നമ്മളെ ഇൻകംസ് എക്സ്പെൻസസ് ഒക്കെ കാണിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ക്യാഷ് ബഡ്ജറ്റ്സ്. നെക്സ്റ്റ് ഇസ് മാസ്റ്റർ ബഡ്ജറ്റ്. It is a comprehensive financial planning document. It includes all of the operating budget and the financial budget. മാസ്റ്റർ ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഡോക്യുമെൻ്റ് ആണ്. ആ ബഡ്ജറ്റിലാണ് നമ്മൾ എല്ലാം കാണിക്കുക. എന്താ കാണിക്കും? ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്, ഫിനാൻഷ്യൽ ബഡ്ജറ്റ്, എല്ലാ ബഡ്ജറ്റും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വലിയ ബഡ്ജറ്റാണ് മാസ്റ്റർ ബഡ്ജറ്റ് പറഞ്ഞാൽ. നെക്സ്റ്റ് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് ബഡ്ജറ്റ്സ്. സോ എന്താണ് ബഡ്ജറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ബഡ്ജറ്റ് ഇസ് നീഡഡ് ഫോർ പ്ലാനിങ് ഫോർ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. എന്ത് വേണം? നമ്മൾ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ പ്ലാൻ ചെയ്യാൻ ബഡ്ജറ്റ് വേണം. ബഡ്ജറ്റ് ഫെസിലിറ്റീസ് കോർഡിനേറ്റിംഗ് ഓഫ് വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റൽ സെലക്ഷൻ ഓഫ് റിയലൈസിങ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനും നമ്മൾ കോർഡിനേറ്റ് ചെയ്യാനും ഈ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോർഡിനേഷൻ നല്ലതായിരിക്കും. നമ്മൾ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ബഡ്ജറ്റ് സെർവ് ആസ് എ ഗൈഡ് ഫോർ ആക്ഷൻ ഇൻ ദ ഓർഗനൈസേഷൻസ്. അത് ഗൈഡ് പോലെ ആക്ട് ചെയ്യും. ഒരു ബഡ്ജറ്റ് പറഞ്ഞാൽ അതൊരു ഗൈഡാണ്. നമ്മളത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇനി നമ്മൾ എന്തിനൊക്കെ എത്ര രൂപയൊക്കെ ചിലവാക്കണം എന്ന് നമുക്ക് ഓർഗനൈസേഷനിലായാലും എവിടെയായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് സെറ്റ്സ് എ ഫ്രെയിം വർക്ക് ഫോർ പോളിസി ഫോർമുലേഷൻ. പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ഫ്രെയിം വർക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് എ ടൂൾ ഓഫ് അക്കൗണ്ടബിലിറ്റിയുടെ ടൂളാണ്, മാനേജ്മെൻറ്റിൻ്റെ ടൂളാണ്. ബഡ്ജറ്റ് എനേബിൾസ് ടു മോണിറ്റർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. നമ്മളെ ഇൻകംസും എക്സ്പെൻഡിച്ചറൊക്കെ മോണിറ്റർ ചെയ്യാൻ ബഡ്ജറ്റ് സഹായിക്കും. ബഡ്ജറ്റ് ആസ് എ ബേസിസ് ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പാരൻസി. ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പാരൻസിയും നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ബേസാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. So our last topic is inflation. Inflation is a general rise in price level in an economy over a period of time. When the general price level rises, each unit of currency buys fewer goods and services. Consequently, inflation reflects a reduction in purchasing power per unit of money, a loss of real value in the medium of exchange and units of account within an economy. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ റൈസ് ഇൻ പ്രൈസ് ലെവൽ ഇൻ എൻ എക്കോണമി. ഒരു എക്കോണമിയിലെ പ്രൈസ് ലെവൽ കൂടുക. നമ്മളെ പ്രൈസ് ലെവൽ കൂടുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുക? നമ്മളെ പർച്ചേസിങ് പവർ കുറയും. എന്ന് വെച്ചാൽ നമ്മളെ പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? നോർമലി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ആൾക്കാർ സാധനങ്ങൾ വാങ്ങാൻ കുറയും അല്ലേ? നമ്മളിപ്പോൾ പ്രൈസ് കുറയുകയാണെങ്കിൽ നമ്മൾ എന്തായാലും കുറേ സാധനങ്ങൾ പോയി വാങ്ങും. നമ്മൾ പ്രൈസ് കൂടുകയാണെങ്കിൽ എന്താ ചെയ്യുക? അവരെ പർച്ചേസിങ് പവർ കുറയും. അവർ സാധനങ്ങളൊന്നും വാങ്ങാനൊന്നും മടിക്കും. കാരണം എന്താ? നോർമൽ പ്രൈസിനേലും വലിയൊരു ഹൈ റൈസാണ് വന്നിരിക്കുന്നത് നമ്മളെ പ്രൈസിന്. സോ ആ ഒരു സിറ്റുവേഷനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ റൈസ് ഇൻ പ്രൈസ് ലെവൽ ഇൻ എൻ എക്കോണമിയാണ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് ലെവൽ കൂടുക. ആ പ്രൈസ് ലെവൽ കൂടുന്ന സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുക? നമ്മളെ കസ്റ്റമേഴ്സ് സാധനങ്ങൾ വാങ്ങാൻ കുറയും. ആ ഒരു സിറ്റുവേഷനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.